ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വ്ളോഗ്സ്. ഞാൻ ഇന്ന് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു മുറുക്കിൻ്റെ റെസിപ്പിയുമായാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഒരു ടൊമാറ്റോ മുറുക്ക്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. 3 എടുത്തിരിക്കുന്നത് 2 ചെറുതായതുകൊണ്ടാണ്. വലുതാണെങ്കിൽ 2 ആവശ്യമേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ബോയിൽ ചെയ്ത് എടുത്തുകൊണ്ട് വരാം. ടൊമാറ്റോ ഞാനിവിടെ ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതങ്ങ് ഒത്തിരി വേകുകയൊന്നും വേണ്ട. ജസ്റ്റ് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുത്തേച്ചാൽ മതി. ഇതിൻ്റെ ഈ തൊലി ഇങ്ങനെ നമുക്കൊന്ന് പീൽ ചെയ്ത് മാറ്റാൻ പറ്റണം. അത്രയും വെന്ത് കിട്ടിയേച്ചാൽ മതി. ഇനി നമുക്ക് ഈ തൊലി ഒന്ന് പീൽ ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പൊളിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അതങ്ങ് പൊളിഞ്ഞ് കിട്ടിക്കോളും. ഇത്രയും വലുപ്പത്തിലുള്ള ടൊമാറ്റോ ഉണ്ടെങ്കിൽ 2 ആവശ്യമേ ഉള്ളൂ. എനിക്കിവിടെ ഈ ഒരെണ്ണം മാത്രമേ വലുപ്പത്തിലുള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ 2 ചെറുതൂടെ എടുത്തിരിക്കുന്നത്. ഒരു ടൊമാറ്റോ ഞാനിവിടെ പീൽ ചെയ്ത് കഴിഞ്ഞു. അടുത്തോടെ നമുക്ക് പീൽ ചെയ്തെടുക്കാം. കണ്ടോ, അടുത്ത് പെട്ടെന്ന് നമുക്കത് പീൽ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എല്ലാ ടൊമാറ്റോയും ഞാനിവിടെ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അരയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇതൊന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്യുമ്പോഴേ അതിൻ്റെ ഞെടുപ്പിൻ്റെ വശമൊക്കെ അങ്ങ് കളയണം. ഇത് ഒരുപാട് വെന്തിട്ടൊന്നുമില്ല. കണ്ടോ, കട്ട് ചെയ്യുമ്പോൾ അത് മനസ്സിലാകും. ഇത് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ടേ ഉള്ളൂ. ആ തൊലി ഒന്ന് പീൽ ചെയ്ത് കളയാൻ വേണ്ടി മാത്രമായിട്ട്. ഇത് നമുക്ക് കൊച്ചായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ എല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. ടൊമാറ്റോ എല്ലാം ഞാനിവിടെ അരച്ചെടുത്തു. തേണ്ട ഈ ഒരു രീതിയിൽ ഇത് അരച്ചെടുക്കണം. ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കണ്ട അരയ്ക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഒരു അരിപ്പയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതിനകത്തെ ആ കുരു ഒന്ന് മാറ്റാനും അതുപോലെ തന്നെ അരയാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കിട്ടുവാൻ വേണ്ടിയാണ് ഇതൊന്ന് അരിക്കുന്നത്. മിക്സിയുടെ ജാറ് കഴുകി ഒരല്പം വെള്ളം കൂടെ ചേർത്ത് ഇതൊന്നുകൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട. മാവ് കുഴയ്ക്കാൻ മാത്രമായിട്ടുള്ള ജ്യൂസ് കിട്ടിയേച്ചാൽ മതി നമുക്ക്. കണ്ടോ, ഇപ്പോൾ കണ്ടോ, ആ കുരുവെല്ലാം കംപ്ലീറ്റ് ആയിട്ടിങ്ങനെ മാറി. അതിനു വേണ്ടിയാണിത് അരിച്ചെടുക്കുന്നത്. ടൊമാറ്റോയുടെ ജ്യൂസെല്ലാം ഞാനിവിടെ അരിച്ചെടുത്തു. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ കൂടി എടുക്കാം. പൊടികൾ എടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 1/2 കപ്പ് ഗ്രാം ഫ്ലോർ അഥവാ കടലമാവ് ഇട്ട് കൊടുക്കാം. അരിപ്പൊടിയുടെ പകുതി വേണം കടലമാവ് എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പുനീരാണ് ചേർക്കുന്നത്. ഇനി ഞാനിവിടെ ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലിക്ക് എരിവ് അധികമില്ല, എന്നാലൊരു കളറൂടെ കിട്ടാൻ വേണ്ടിയാണ് 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. എരിവ് വേണ്ടിയവർക്ക് എരിവുള്ള മുളക് കൂടി അല്പം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നില്ല. കാരണം എനിക്ക് 2 കൊച്ചുമക്കളുണ്ട്. 5ഉം 3ഉം വയസ്സുള്ള 2 കൊച്ചു കുഞ്ഞുങ്ങൾ. അവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് വേണ്ടിയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടി കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് എള്ള് കഴുകിയെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. ഈ മാവിന് നല്ല മയം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ എണ്ണയൊക്കെ ചൂടാക്കി ചേർക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ആദ്യമൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ പൊടി കൈ കൊണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തെ ഉപ്പും നമ്മൾ ചേർത്ത എണ്ണയും ഒക്കെ എല്ലായിടത്തും ഒന്ന് എത്താൻ വേണ്ടിയാണ് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാൻ പറയുന്നത്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ജ്യൂസ് ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. ടൊമാറ്റോ ജ്യൂസ് ഒന്നിച്ച് ചേർക്കാതെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇത്രയും ടൊമാറ്റോയുടെ ജ്യൂസ് ഉണ്ടെങ്കിൽ ഈ 1.5 കപ്പ് മാവ് കുഴയ്ക്കാനായിട്ട് കറക്റ്റായിരിക്കും. നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ മാവ് കുഴച്ചെടുത്തു. ഇത്രയും ലൂസ് മതി. ഇത് കറക്റ്റ് പാകത്തിനുള്ള കുഴയാണിത്. എനിക്ക് ആ ടൊമാറ്റോ ജ്യൂസിൽ ഒരു അല്പം മാത്രമേ മിച്ചം വന്നുള്ളൂ. ഒരു 3-4 തുള്ളി മാത്രമേ മിച്ചം വന്നിട്ടുള്ളൂ. ഇനി നമുക്കത് ആവശ്യമില്ല. അല്ല, ഇതോടെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരല്പം പൊടി കൂടെ ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അത് എടുക്കാം, കളയാതെ. ഇനി ഈ മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല മയത്തിലൊന്ന് കുഴച്ചെടുക്കാം നമുക്ക്. മാവ് ഇവിടെ ഞാൻ നല്ല കറക്റ്റ് പാകത്തിന് കുഴച്ചെടുത്തു. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിത് സേവനാഴിയിലിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിന് മുമ്പായിട്ട് സേവനാഴിയിൽ ഒരല്പം എണ്ണ പുരട്ടി കൊടുക്കാം. കയ്യിലൊരു കുറച്ച് ഓയിൽ എടുത്തിട്ട് ഈ സേവനാഴിയുടെ അകത്തുമൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കാം. ഈ ഒരു ചില്ലാണ് മുറുക്കുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമുക്ക് ആ ചില്ലയിലും കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കാം.
ഈ സേവനാഴിയിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് എണ്ണ ഇങ്ങനെ പുരട്ടി കൊടുക്കുന്നത്. സേവനാഴിക്കകത്ത് എണ്ണ പുരട്ടിയിട്ട് മാവ് അതിലേക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. കുറച്ച് മാവ് ഞാൻ എടുത്ത് വെച്ചു. ഇനിയും ബാക്കിയും കൂടെ നമുക്ക് അതിലേക്ക് ഫില്ല് ചെയ്യാം. എന്നിട്ടത് സേവനാഴി അടയ്ക്കാം. സേവനാഴിക്കകത്ത് ഞാൻ മാവ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ടൊമാറ്റോ മുറുക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പേ വെച്ചു. അത് ചൂടായി. ഇനി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇതുപോലുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റായിട്ടുള്ളത്. ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ഈ എണ്ണ നല്ലതുപോലെ തിളയ്ക്കണം. വെളിച്ചെണ്ണ ഇവിടെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാവ് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി തിളച്ചിട്ടേ മാവ് പിഴിഞ്ഞിട്ട് കൊടുക്കാവൂ, അല്ലെങ്കിൽ എണ്ണ കുടിക്കും. ഞാൻ ഈ മുറുക്ക് മുറിച്ചെടുക്കാൻ വേണ്ടിയാണ്, അതുകൊണ്ടാണ് എണ്ണയിലേക്ക് ഡയറക്റ്റ് പിഴിഞ്ഞിട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇലയിലേക്ക് ഇത് വട്ടത്തിൽ പിഴിഞ്ഞെടുത്തിട്ട് എണ്ണയിലിട്ട് കൊടുത്താലും മതി. ഈ മാവ് കണ്ടോ, ഒട്ടും പൊട്ടിപ്പോകാതെ പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നത്. കുഴച്ചതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയതുകൊണ്ടാണത്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഈ മുറുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിം ആണെങ്കിൽ പെട്ടെന്നങ്ങ് കരിഞ്ഞു പോവും. നമ്മുടെ മുറുക്ക് ഇവിടെ ഒരു വശം ഏറെക്കുറെ മൂത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനിയും ഈ വശം കൂടി ഒന്ന് മൂക്കട്ടെ. നമ്മുടെ ടൊമാറ്റോ മുറുക്ക് ഇവിടെ മൂത്തിട്ടുണ്ട്. കണ്ടോ, നല്ല കറക്റ്റ് കളറൊക്കെ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനെന്ന്. ഇനി നമുക്കിത് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടുത്ത ഒരു ബാച്ച് കൂടി ഇതുപോലെ ഒന്ന് എണ്ണയിലേക്ക് ഒന്ന് ചുറ്റിച്ചിട്ട് കൊടുക്കും. ഈ ടൊമാറ്റോ മുറുക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചും നല്ല ഹെൽത്തിയുമാണ്. നമ്മൾ ഫ്രഷ് എണ്ണയിലൊക്കെയാണ് ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. ഈ മുറുക്കിൻ്റെ ഒരു വശം മൂത്തിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ആ സൈഡിലൂടെ ഒന്ന് മൂത്ത് കിട്ടട്ടെ. ഇതും ഇവിടെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള മുറുക്ക് കൂടി നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. മുറുക്കെല്ലാം ഞാനിവിടെ വറുത്തെടുത്തു. ഇനി നമുക്കിതൊന്ന് ഒടിച്ചെടുക്കാം. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണ്. ക്രിസ്പിയാണെന്നല്ല, ക്രഞ്ചിയാണ്, അതുപോലെ തന്നെ യമ്മിയാണ്. അതുപോലെ ഇത് നല്ല ഡെലിഷ്യസുമാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ടൊമാറ്റോയാണ് ഇതിനകത്ത് മെയിനായിട്ട് ചേർന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായിട്ടുള്ള ടൊമാറ്റോ മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെയും എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകുവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.